നമ്മുടെ പ്രേക്ഷകരിൽ പ്രമേഹ രോഗികളുണ്ടാവാം. ഇനി രോഗമില്ലാത്തവരാണെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രമേഹമുണ്ടാവാം. നമ്മുടെ ചാനലിൽ സാധാരണ നമ്മൾ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെയാണ് പറയാറുള്ളത്. ഞാനിപ്പോൾ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, പുതിയ വാർത്ത, ഏറ്റവും പുതിയൊരു വാർത്ത നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുകയാണ്. നമ്മളെല്ലാം പറയണമല്ലോ. കാരണം പുതിയ ഇൻഫർമേഷൻസ് നിങ്ങളെ അറിയിക്കുക എന്നതുകൂടി ഇന്ത്യ ലൈവിൻ്റെ ഒരു കടമയായി ഞങ്ങൾ കരുതുന്നു. നമുക്കറിയാം, രോഗം ബാധിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അനുഭവിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, ഒക്കെയുണ്ട്. നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്, ഇൻസുലിൻ എടുക്കുന്നുണ്ട്, ആഹാര നിയന്ത്രണം ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും പ്രമേഹം ഒരു ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ അതിങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കൃത്യമായി മരുന്നെടുക്കുക, ഇൻസുലിൻ കഴിക്കുക, ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ഗുളികകൾ കഴിക്കുക, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഗുളികകൾ കഴിക്കുക എന്നതൊക്കെ തന്നെയാണ്. ഇൻസുലിൻ എടുക്കുന്നതിന് അറിയാം, ഇപ്പോൾ പണ്ടത്തെ പോലെ ആളുകൾ സൂചി വെച്ച് കുത്തിയൊന്നും ഇൻസുലിൻ എടുക്കുന്നില്ല. ഇൻസുലിൻ പെന്നുണ്ട്. ഇൻസുലിൻ പെന്നിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള യൂണിറ്റ് ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് നമ്മുടെ പ്രമേഹ രോഗമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ ജീവിക്കുന്നത്. ചിലർക്ക് രാവിലെയും വൈകിട്ടും എടുക്കേണ്ടി വരും. 365 ദിവസവും എടുക്കേണ്ടി വരും. ഇതിപ്പോൾ ചെറിയ വേദനയൊക്കെ ഉണ്ട്. വേദന, ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലത്ത് തടിപ്പുണ്ടാവാം, ചുവന്ന തടിപ്പുണ്ടാവും, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് മാറി മാറി കുത്തുന്നുണ്ട്. എല്ലാ ദിവസവും ഇൻസുലിൻ ഇഞ്ചക്ഷൻ, ഇൻസുലിൻ പെൻ ഉപയോഗിച്ചിട്ടാണെങ്കിലും ചെയ്യണം. എന്ന് പറഞ്ഞാൽ 365 ദിവസവും ചെയ്യണം. അതൊരു വല്ലാത്തൊരു റിസ്ക്കാണ്. എപ്പോഴും ഇത് കൊണ്ട് നടക്കണം. എവിടെ യാത്ര പോകുമ്പോഴും ഇത് കരുതിക്കൊണ്ട് പോകണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു നേരമാണെങ്കിൽ 365, അല്ലേ? ഒരു വർഷത്തെ 365 ദിവസം. 2 നേരമാണെങ്കിൽ അതിൻ്റെ നേരെ ഇരട്ടി. ഇത്രയും തവണ കുത്തണം. ഇതൊക്കെ ഒരു വലിയ ആയാസമുള്ള, വലിയ അധ്വാനമൊന്നുമല്ല, എന്നാലും ഒരു 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 എന്താണ്, അത്ര സുഖകരമായൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇൻസുലിൻ എല്ലാ ദിവസവും കുത്തുന്ന ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻസുലിൻ പമ്പുണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ ഫിറ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഇൻസുലിൻ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻ. പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത എന്ന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിനി ഇൻസുലിൻ എടുക്കുന്നവർ 365 ദിവസം എടുക്കണ്ട, 52 ദിവസം ഒരു വർഷം എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ 52 ആഴ്ചകളാണുള്ളത്. ആഴ്ചയിൽ ഒരു ഇഞ്ചക്ഷൻ. വലിയ മാറ്റമല്ലേ? അതിനുള്ള ഒരു മരുന്ന് വന്നിരിക്കുന്നു. അവിക്ലി എന്നാണ് ഈ മരുന്നിൻ്റെ പേര്. പുതിയ ഇൻസുലിൻ മരുന്നാണ്. അവിക്ലി ഡാനിഷ് മരുന്ന് നിർമ്മാണ കമ്പനിയായ നോവോ നോർഡിക്സ് എന്ന് പറയുന്ന കമ്പനി കണ്ടെത്തി, ഫേസ് 3 ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾ നടത്തി, ക്ലിനിക്കലി പ്രൂവ് ചെയ്ത് ലോകത്തിലെ പല രാജ്യങ്ങളിലും നിലവിലുള്ള ആ മരുന്ന് ഇന്ത്യയിൽ വിൽക്കാൻ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ അനുമതി നൽകിയിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അത് നിങ്ങളോട് പങ്കുവെക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, ലോകത്തെ പ്രമേഹത്തിൻ്റെ ക്യാപിറ്റൽ, പ്രമേഹ രോഗത്തിൻ്റെ തലസ്ഥാനമായാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. 101 മില്യൺ ആളുകൾക്ക് ഇന്ത്യയിൽ പ്രമേഹമുണ്ടെന്നാണ് പറയുന്നത്. ഏതാണ്ട് 10 കോടിയോളം ആളുകൾക്ക്. അപ്പോൾ അബിക്ലി ഇൻസുലിൻ ഐക്കോഡക് എന്ന് പറയുന്ന ഈ മരുന്ന് നമ്മുടെ രാജ്യത്തെ ഇൻസുലിൻ ആവശ്യമുള്ള പ്രമേഹ രോഗികളുടെ എണ്ണം കുറയ്ക്കുമെന്ന് കരുതാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 101 മില്യൺ പ്രമേഹ രോഗികളുണ്ട്. ഏതാണ്ട് 10 കോടിയിൽ പരം ആളുകൾക്ക് ഇന്ത്യയിൽ പ്രമേഹമുണ്ട്. 13.6 കോടി ആളുകൾ പ്രീ ഡയബറ്റിക് അവസ്ഥയിലാണ്. ഏത് നിമിഷവും പ്രമേഹ രോഗികളായിട്ട് മാറാം. ഇത്രയും എണ്ണം പ്രമേഹ രോഗികൾ ലോകത്തൊരു രാജ്യത്തുമില്ല. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കുക, പ്രമേഹ രോഗികളായിട്ടുള്ള ആളുകൾക്ക് പല കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപാട് സൗകര്യങ്ങൾ പലർക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രമേഹമുള്ള ആളുകൾക്ക് വേണ്ടി പ്രത്യേക പരിഗണന ഒരിടത്തുമില്ല. തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അറിയാം, തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തൊണ്ട വരളുമ്പോൾ ഒരു ചായ കുടിക്കണം എന്ന് തോന്നുക. ചായ എന്ന് പറഞ്ഞ് അവർ കൊണ്ട് തരുന്ന ഒരു ദ്രാവകം ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ മനഃപൂർവ്വം പറഞ്ഞ, ട്രെയിനിലെ ചായയുടെയും കാപ്പിയുടെ അവസ്ഥ അറിയാമല്ലോ, അത് പഞ്ചസാര വെള്ളമാണ്. അതായത് ഇത്ര ലോകത്തിലെ പ്രമേഹ രോഗത്തിൻ്റെ ക്യാപിറ്റലാണ് ഇന്ത്യ എന്നറിഞ്ഞിട്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനമായ ഇന്ത്യൻ റെയിൽവേസിൽ പ്രമേഹ രോഗികൾക്ക് വേണ്ടി മധുരമില്ലാത്ത ചായയും കാപ്പിയും കൊടുക്കാനുള്ള സംവിധാനമില്ല. ഇപ്പോൾ നമ്മുടെ വിമാനത്താവളങ്ങളിൽ വന്നാൽ, വിമാനത്താവളങ്ങളിലെ കോഫി ഷോപ്പുകളിൽ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ചെറു ചായ പോലും കുടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ച ആളുടെ പേര് ഞാൻ മറന്നുപോയി. കത്തയച്ചപ്പോൾ മോദി ഒരു ഉത്തരവിട്ടു, എല്ലാ വിമാനത്താവളങ്ങളിലും സാധാരണ വിലയ്ക്ക് ചായയും കാപ്പിയും കിട്ടുന്ന കോഫി ടീ സ്റ്റോളുകൾ മിനിമം ഒരെണ്ണം എങ്കിലും വേണമെന്ന് നിർദ്ദേശിക്കും. എല്ലാ വിമാനത്താവളങ്ങളിലും നടപ്പാക്കുകയും ചെയ്തു. അശ്വിനി വൈഷ്ണവാണ് നമ്മുടെ റെയിൽവേ മന്ത്രി. റെയിൽവേയിൽ വലിയ മാറ്റം വരുത്തുന്നുണ്ട്.
റെയിൽവേ നല്ല വൃത്തിയുള്ളതായി, വേഗത വന്നു, ട്രാക്കുകൾ നന്നായി, ശുചിത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, നല്ല കോച്ചുകൾ വന്നു, പുതിയ സാങ്കേതികവിദ്യ വന്നു. എന്നിട്ടും നമ്മുടെ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവരിൽ നല്ല ശതമാനം പ്രമേഹ രോഗികളാണ്. അവർക്കൊരു ചായ അല്ലെങ്കിൽ കാപ്പി മധുരമില്ലാതെ കിട്ടണമെങ്കിൽ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിപ്പോയി പറയണം. പ്ലാറ്റ്ഫോമിലെ കടയിലും ഇപ്പോൾ ഫ്ലാസ്കിൽ വെക്കുന്ന ചായയും കാപ്പിയുമാണ്. ഇത് കേരളത്തിലെ ബി.ജെ.പിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ കാണുക. എം പിമാരും എം എൽ എമാരും ഒക്കെ ബി.ജെ.പിക്കുണ്ട്. ഞാൻ ബി.ജെ.പിക്കാർ മാത്രമല്ല, പാർലമെൻറ്റ് അംഗങ്ങൾ ജോൺ ബ്രിട്ടാസുണ്ട്, എറണാകുളത്തെ ഹൈബി ഈഡനുണ്ട്. നിങ്ങളൊക്കെ ഇതൊന്നും അറിയുന്നില്ല. ഇതൊന്ന് പാർലമെൻറ്റിൽ പറഞ്ഞുകൂടെ? ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒരു ശബ്ദം നിങ്ങൾ ഉയർത്തിക്കൂടെ? എൻ്റെ ഒരു അപ്പീലാണ്. ഇത് നമ്മുടെ ജനപ്രതിനിധികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരിത് ആവശ്യപ്പെടണം. ഒരു കത്ത് പ്രധാനമന്ത്രിക്ക് അയക്കൂ. അപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് അയച്ചുകൂടെ? ശരിയാണ്, ന്യായമായ ചോദ്യമാണ്. നമുക്ക് അയച്ചുകൂടെ? ഇതെല്ലാം നമ്മുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ. നമുക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരണം, എങ്കിൽ നമ്മളത് അനുഭവിക്കാം എന്നുള്ള നിലപാടല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്, റെയിൽവേ മന്ത്രിക്ക് ഒരു കത്തയക്കൂ. ഞാൻ സോ ഞാൻ ഒരു പ്രമേഹ രോഗിയാണ്, ട്രെയിനിൽ യാത്ര ചെയ്യും, എനിക്കൊരു മധുരമില്ലാത്ത ചായ, ഒരു കാപ്പി കുടിക്കാനുള്ള സംവിധാനമില്ല, എന്തൊരു അനീതിയാണ് എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഈ കേരള ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ വെറുതെ വെള്ള പേപ്പറിൽ പോസ്റ്റ് കാർഡിൽ എഴുതിയിട്ടുള്ള അപേക്ഷകൾ ഹർജിയായി പരിഗണിച്ചിട്ടുണ്ട്. ഒരു കത്തയക്കൂ. നമ്മുടെ പ്രേക്ഷകരായ നിങ്ങൾക്കും ചെയ്യാം. അതൊക്കെ ചാനൽ നടത്തിപ്പുകാരായ ആളുകൾ മാത്രം ചെയ്യേണ്ട കാര്യമല്ല. ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പുതിയ മരുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്നത് ഈ ഡാനിഷ് മരുന്ന് കമ്പനിയുടെ മരുന്നാണ്. ഇപ്പോൾ ഇന്ത്യ ലൈവ് അതിന് എന്തോ കമ്മീഷൻ കിട്ടിയിട്ട് പ്രൊമോഷൻ നടത്തുകയാണെന്നൊക്കെ പറയുന്നത് എനിക്കറിയാം. ഞാൻ ഇപ്പോൾ ബ്രേക്ക് ചെയ്തപ്പോൾ നിങ്ങളെ ഇംഗ്ലീഷിലൊക്കെയാണ് ഈ വാർത്ത വന്നത്. അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത ഉടനെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇത് ഒരു മരുന്ന് കമ്പനി കൊള്ള നടത്താൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ 2 തരത്തിലുള്ള ഇൻസുലിൻ പേനയാണ് ഈ അവിക്ലി എന്ന് പറഞ്ഞ കമ്പനിയുടേതായിട്ട് വരാൻ പോകുന്നത്. അതായത് 700 യൂണിറ്റുള്ള ഒരു പേന, പിന്നെ 2100 യൂണിറ്റുള്ള പേന. അപ്പോൾ 700 യൂണിറ്റ് എന്ന ഒരാൾക്ക് എത്ര യൂണിറ്റ് ഇൻസുലിൻ എടുക്കണമെന്നുള്ളത് ഡോക്ടർമാരാണല്ലോ പറയുന്നത്. അതനുസരിച്ച് 700 യൂണിറ്റും അതിൻ്റെ 3 ഇരട്ടി 2100 യൂണിറ്റുമുള്ള 2 പെന്നുകളാണ് ഇറക്കുന്നത്. ഒരു യൂണിറ്റിന് 3 രൂപ 73 പൈസയായിരിക്കും വില എന്ന് പറയുന്നു. അപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം ഒരു യൂണിറ്റ് മതിയെങ്കിൽ അത് 3 രൂപ 73 പൈസ മതിയാവും. അതിൻ്റെ GST കൂടെ വരും. ഏതായാലും 4 രൂപയ്ക്ക് അടുത്ത് വരുമെന്ന് കരുതാം. അപ്പോൾ 4 രൂപ അടുത്ത് ഒരു യൂണിറ്റിന് ഇഞ്ചക്ഷൻ എടുക്കാവുന്ന തരത്തിലുള്ള മരുന്നാണ് അവിക്ലി. അത് മാർക്കറ്റിൽ എന്നു മുതൽ വന്നു തുടങ്ങുമെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വാർത്താ ഏജൻസി ബ്രേക്ക് ചെയ്ത അറിയിച്ച പാടെ ഇത് ജനങ്ങളെ അറിയിക്കേണ്ടതാണല്ലോ എന്ന് കരുതിയിട്ട് തികച്ചും സതുദ്ദേശപരമായി നമ്മുടെ ആളുകൾ അറിയേണ്ടതാണ് എന്നുള്ള ബോധ്യത്തിൽ എല്ലാ ദിവസവുമുള്ള കുത്തൊഴിവാക്കി 52 കുത്തുകൾ മാത്രം ഒരു വർഷം മതി എന്ന് വന്നാൽ അതൊരു വലിയ കാര്യമാണ്, വലിയ അനുഗ്രഹമാണ്. നമുക്ക് ചെറിയ യാത്രകളൊക്കെ ഇത് ഒഴിവാക്കിയിട്ട് പോകാം. ഇപ്പോൾ ഇൻസുലിൻ പെന്നും കൊണ്ട് പോകണം, അതിൻ്റെ പ്രിസർവേഷൻ, അത് സൂക്ഷിച്ച് വെക്കേണ്ട പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സൗകര്യമാണ്, റിസൾട്ട് നല്ലതാണ്. പിന്നെ ഇതിന് എങ്ങനെയുണ്ട്, സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ ഇൻസുലിൻ ഉപയോഗിക്കുന്നവർക്കും ചില സൈഡ് എഫക്ട്സ് ഉണ്ട്. ഹൈപ്പർ ഗ്ലൈസീമിയ വരാം, പെട്ടെന്ന് ഇൻസുലിൻ താന്നു പോകുന്നു. അത് ഇൻസുലിൻ എടുക്കുന്നത് ഏത് ഇൻസുലിൻ എടുത്താലും വരും. പിന്നെ ശരീരഭാരം കൂടും. 1.5 കിലോ മുതൽ 2.5 കിലോ വരെയൊക്കെ ആളുകൾക്ക് ശരീരഭാരം ഇൻസുലിൻ എടുക്കുമ്പോൾ കൂടി വരുന്നത് കണ്ടിട്ടുണ്ട്. അത് ഇതിലും സംഭവിക്കാം, കാരണം ഇതും ഇൻസുലിൻ തന്നെയാണ്. പിന്നെ സ്ഥിരമായി കുത്തുന്ന സ്ഥലത്ത് തടിപ്പ് വരാം. അതിലിപ്പോൾ തന്നെ ആളുകൾ ചെയ്യുന്നത് എന്താ, മാറ്റി മാറ്റി കുത്തും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ സെയിം തന്നെ, പുതുമയൊന്നുമില്ല. ആകെയുള്ള മെച്ചം 365 ദിവസം 1-2 നേരം എടുക്കുന്ന അവസ്ഥ മാറിയിട്ട് ആഴ്ചയിൽ 1 എടുത്താലും മതി. അതൊരു വലിയ മാറ്റമാണ്. അത് നമുക്ക് ഉപയോഗപ്പെടുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മന്ത്രാലയമൊക്കെ പരിശോധിച്ചിട്ട് അനുമതി തന്നിരിക്കുന്നതാണ്. അവിക്ലി മാർക്കറ്റിൽ ഉടൻ വരും എന്ന് കരുതാം. ഇത് നിങ്ങളോട് ആദ്യം പറയാൻ കഴിഞ്ഞു എന്നതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. ഇന്ത്യ ലൈവിൽ ഇനി രാഷ്ട്രീയം മാത്രമല്ല, നമുക്ക് ഇത്തരം വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ ദയവായി ചെയ്യണേ.